ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ സെറാമിക് ഓടിടുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ വർക്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തതല്ല. നമുക്ക് കിട്ടുമ്പോൾ ഈ രീതിയിലാണ് ഈ വീടുണ്ടായതിന്, ഈ കണ്ടീഷനിൽ. അതായത് ഓടിടാനുള്ള ഏകദേശം സ്ട്രക്ചറൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ അടിച്ചിട്ട് ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ചെറിയ ചേഞ്ചൊക്കെ വരുത്തണം എന്നുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സമീപിച്ചത്. അപ്പോൾ ഈ പുറകിൽ ഹൈറ്റൊക്കെ തീരെ കുറവായിരുന്നു. അപ്പോൾ ഹൈറ്റ് ലേശം കൂട്ടി കൊടുക്കണം, പിന്നെ ബാക്കി ഫില്ലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിന് വേണ്ടിയിട്ട് കുറേ ഏക്കിലോട്ട് ഷീറ്റ് അടിക്കാനുള്ള കഴുക്കെല്ലാം പൊട്ടിച്ചിട്ട് ഹൈറ്റാക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5-6 റോഡ് ഫ്രണ്ടിലോട്ട് ഓടിൻ്റെ ഹൈറ്റ് മൊത്തത്തിൽ കൂട്ടി, എന്നിട്ട് ഒരു ചുടുകോടിയും കോടിയെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ട് പൊക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പുറകിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു 3 അടി 4 അടിയോളം ഹൈറ്റ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തലമുട്ടുന്ന ഒരു ഹൈറ്റ് ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി പൊക്കിയിട്ടെടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതലും റിപ്പയർ പണിയാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുക്കുമെല്ലാം പകുതി അടിച്ചിന്, പട്ടികയെല്ലാം അടിച്ചിന്. പട്ടികയെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി ഓട് എക്സ്ട്രാ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കയറ്റി. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ തന്നെ വീടിൻ്റെ വലിപ്പം കുറച്ച് തോന്നിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ പുറകിൽ നല്ല ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്പേസ് കണ്ടെത്താനും വേണ്ടിയിട്ടാണ് പാർട്ടി നമ്മളോട് അതുപോലെ ആവശ്യപ്പെട്ടത്. നമ്മൾ ആ രീതി ചെയ്ത് കൊടുക്കുകയെന്നുണ്ടായിരുന്നു. അത് പുറകിലോട്ട് ഷീറ്റ് ഇടാനുള്ള കഴുക്കോലെല്ലാം നമ്മൾ പൊട്ടിക്കേണ്ട വന്നിന്. എല്ലാം പൊട്ടിച്ചിട്ട് തുണിയെല്ലാം ഹൈറ്റ് കൂട്ടി സെറ്റാക്കിയിട്ട് എടുത്ത്, പിന്നെ കുറേ ഭാഗമൊക്കെ പൊളിച്ച് റിപ്പയറാക്കി എടുത്തു. എന്നിട്ട് കഴുക്കോലെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ല, ഈ രീതിയിൽ ഹൈറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്രീ ആയിട്ട് കയറി നടക്കാനും തലേന്ന് മുട്ടാതെ ഹൈറ്റ് കയറിയിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ സ്ട്രക്ചർ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഓടിടാനുള്ള പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിൽ ഷീറ്റ് ഇടാനുള്ള പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഭാഗമൊന്നും കാണിക്കാൻ ഇല്ല, കാരണം നമ്മൾ ചെല്ലുമ്പം ആ കണ്ടീഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഓട് ഫുള്ള് നിരത്തി ഷീറ്റിട്ട്, പിന്നെ ഷീറ്റ് കട്ടിങ് അങ്ങനെയുള്ള പണികളെല്ലാം ഉണ്ടായിരുന്നു. സ്ട്രക്ചറിൻ്റെ പകുതി ഭാഗം, ബാക്കി ഓടിൻ്റെ പണിയെല്ലാം നമ്മൾ തന്നെ. ഓട് ഷീറ്റ് എല്ലാം ഓടൊന്നും നിരത്തിയിട്ടുണ്ടായില്ല. സ്ട്രക്ചർ പകുതിയാക്കിയിട്ട് ആ കണ്ടീഷനുണ്ടായിരുന്നു. അതിന് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ കുറേ കോടിയെല്ലാം വരുന്നുണ്ട്, കുറേ കട്ടിങ്ങാണ് മൊത്തം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി ഓടെല്ലാം നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ മൂലോടിൻ്റെ പണിയുണ്ട്. മൂലോട് വെക്കാൻ വേണ്ടി നമ്മൾ പാത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പിന്നെ ഓട് സിലിക്കോൺ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് രണ്ടാമതെടുത്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നമുക്ക് കുറവൊന്നും വന്നിട്ടില്ല, നമുക്ക് പണി കൂടുതലേ വന്നിട്ടുള്ളൂ. സ്ട്രക്ചർ പൊട്ടിച്ച് പൊക്കണ്ടോണ്ട്, പൊക്കലാണ് മെയിനായിട്ടുണ്ടായിരുന്നു. അത് പൊക്കം സെറ്റാക്കണം, പിന്നെ എല്ലാം റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പം നമ്മളെ വർക്ക് ഏകദേശം ഇതാ കംപ്ലീറ്റ് ആക്കാൻ പോകുമായിരുന്നു. അപ്പം ഏകദേശം വർക്ക് നമ്മൾ തീർന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റെയർ കേസ് അടിക്കാനുണ്ട് പുറകിൽ നിന്ന് കയറാൻ. അതാണ് ടോപ്പ് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് ഹൈറ്റ് കൂടുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല സ്റ്റൈലുണ്ട്. അതൊക്കെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ പ്രാവശ്യത്തെ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലത്തെ വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വർക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര വൃത്തിയാണെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ട്. കാരണം ഹൈറ്റ് കൊടുത്തിട്ടുമ്പോഴത്തേക്കും തന്നെ വീടിൻ്റെ ഭംഗി മാറ്റം വന്നിട്ടുണ്ട്.